എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ എൻ്റെ വക. നാളെയാണ് പെരുന്നാള്. ഇന്ന് പെരുന്നാളിന്റെ തലേന്നാണ്. അപ്പൊ ഇവിടെ ഉള്ളൊക്കെ ഏകദേശം ക്ലീൻ ആക്കി കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിക്കാം. പിന്നെ മുറ്റല്ല, ഇങ്ങനെ റോഡ് അവിടെ ഒക്കെ ക്ലീൻ ആക്കുകയാണ്. കൊച്ചി കച്ചറ വിട്ടുന്നുണ്ട്, ചേച്ചി അടിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മള് വയനാട്ടിൽ ഇപ്പൊ കാലാവസ്ഥ കുഴപ്പമില്ല, നല്ല അടിപൊളി കാലാവസ്ഥ. അട്ട അടിക്കുമല്ലോ. ഇപ്പൊ കൂക്കി കേക്കാം. ചേച്ചിക്ക് അട്ടാനെ ഭയങ്കര പേടി. അവിടെ ചേച്ചിയോട് പറഞ്ഞില്ല ഇവിടെ അട്ടുള്ള കാര്യം. അപ്പൊ പുറത്തിറങ്ങൂല. വീടിന്റെ പണി ഒരുവിധം എല്ലാം പൂർത്തിയായി. നമുക്കൊരു ഹോം ടൂർ കാണിക്കല്ലേ ഒരു ദിവസം? പെരുന്നാൾ ചേട്ടാ. ഇനി മുറ്റത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ. അതാ കല്ലൊക്കെ ഇളകിക്ക് ഇങ്ങനെ സൈഡ് ഇങ്ങനെ കെട്ടണം, കോൺക്രീറ്റ് ചെയ്തിട്ട്. അതിന് പെരുന്നാൾ എനിക്ക് വരുള്ളൂ. പച്ചീന്റെ അത് കാരണം നമ്മുടെ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. അട്ട ഉണ്ടാവും അവിടെ എന്തായാലും. ഭയങ്കര തണുപ്പാ. തണുപ്പുള്ള സ്ഥലത്ത് എല്ലാം എന്തിനിപ്പോ അവിടെയൊക്കെ വെട്ടണിപ്പോ? അതാ ഉപ്പച്ചിന് സപ്പോർട്ട് ഉണ്ടതാ. സപ്പോർട്ട് മതിയാ. വേറെ ആരും വന്നാലും വെട്ടിപ്പോവും. ബാബ ഉണക്കി വരുമ്പോ ഉപ്പച്ചി ആകുമ്പോ ഉപ്പച്ചിക്ക് അറിയാം സ്ഥലം എവിടെയാ. അതാ ഉപ്പച്ചി കാപ്പിയൊക്കെ ഇപ്പൊ വെട്ടും. പിന്നെ റോഡ് മൊത്തം ഇപ്പൊ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? റോഡ് മൊത്തം ഇപ്പൊ വെട്ടിയില്ലേ? ഇവിടെ എങ്ങനെ സൈഡ് കെട്ടുമ്പോ ഇന്നലെ റോഡ് താഴെ കോൺക്രീറ്റ് ചെയ്ത് ഇവിടം വരെ ഒന്ന് ചെയ്യണം. എന്നാ പിന്നെ കുറച്ച് വൃത്തിയാവും. ചിത്രേച്ചി അവിടെ പണിയെടുക്കണ്ട കേട്ടോ. അവിടെ ചേച്ചി അടിക്കാൻ വരൂല, നട്ടാണ് പഠിച്ചിട്ട്. ഞാനിപ്പോ അട്ടൊന്നുമില്ല, നല്ല വെയിലാണ്. ഭയങ്കര ഞാൻ വിചാരിച്ചു എനിക്കാ ലോകത്ത് പേടി എത്തുന്ന ഏറ്റവും കൂടുതൽ പേടി എനിക്കാ. നോക്കുമ്പോ ചേച്ചിക്ക് ഏറ്റവും വലിയ പേടി. പാമ്പിന് അത്ര പേടിയില്ലെന്നു, അട്ടനെ പേടി. ഇപ്പൊ പെയിന്റ് അടിപ്പിച്ച് കുട്ടപ്പനായി. പെയിന്റ് അടിക്കാത്ത ഒറ്റ ഭാഗ്യേ ഉള്ളൂ ഈ കാണുന്ന ഓട്. അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി. അപ്പൊ മൊത്തത്തില് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ട്. അക്ബറിന് അത് വൈറ്റ് വേണ്ടേനു. പിന്നെ ഈ പാത്തി ഇട്ടത് വൈറ്റ് ബോറായി. ഒരു ബോറില്ല. കാരണം എന്താന്നാ, ചുമരൊക്കെ വൈറ്റ് അല്ലേ, അപ്പൊ ബോറില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്റെ റൂമിന്റെ പണിയൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് 20-ാം തീയതിക്കാണ് തുടങ്ങുക. അത് കൊടുത്തോ? കൊടുത്ത്. ഓ തന്നെ 20-ാം തീയതി കഴിയും പരിപാടിയൊക്കെ തുടങ്ങിയെങ്കിൽ. 20-ാം തീയതി മറ്റന്നാളാ? അതന്നെ. അതും കൂടെ കഴിഞ്ഞാലേ ഒരു സമാധാനാവും. ഫുള്ള് പൊടിയായിരിക്കും. അല്ല, കല്യാണത്തിന്റെ ഭാഗമായിട്ടുള്ള പൊരയില അലങ്കാരങ്ങൾ കഴിയും. ഇനിയിപ്പോ പെരുന്നാളായിട്ട് സാധനം വാങ്ങാൻ പോണോ? കൊച്ചിന് വെട്ട് കഴിഞ്ഞാണ് സാധനം വാങ്ങാൻ പോവാൻ. എന്തൊക്കെ ഫുഡ്? ഇപ്പൊ എന്താ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ബിരിയാണി ആക്കണം. ഈ വട്ടം വലിയ ആഘോഷമൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടേ ഉള്ളൂ. കാരണം കല്യാണൊക്കെ വരില്ലേ, ചെലവ് കൂടുതലാണ്. അതൊന്നല്ല കേട്ടോ. അല്ല, ഞാൻ ഡ്രസ്സ് ഒന്നും എടുക്കണില്ല. അല്ല, ഡ്രസ്സ് ആർക്കും എടുത്തിട്ടില്ല. ഇനിയിപ്പോ പെരുന്നാൾ കഴിഞ്ഞോടെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോക്കാണ്. അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് എടുക്കാനൊന്നും ഉദ്ദേശിച്ചില്ല. ആരും ഡ്രസ്സ് എടുത്തിട്ടില്ല. ഡ്രസ്സ് എടുക്കാൻ നല്ലോണ്ട്. പെരുന്നാളിന് ആരും ഡ്രസ്സ് എടുക്കുന്ന ഒരു മൂഡില്ലല്ലേ? പെരുന്നാളാണെന്ന് തോന്നണൊന്നുമില്ല നാളെ. പക്ഷെ എന്നാലും ഇവർക്കൊക്കെ ഓരോ ഡ്രസ്സ് ഇല്ല. പള്ളിയിൽ പോടാനും ഷർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയൊന്നല്ല, പെരുന്നാളിന് പുതിയ എണ്ണോ അങ്ങനെ ഉണ്ട്. അങ്ങനെ നമ്മളെ പുല്ലൊക്കെ വെട്ടി. പുല്ല് വെട്ടിന്നോ? നിങ്ങൾ ബംഗാളിക്കാണെങ്കിൽ 500 രൂപയും കൊടുക്കും ഏറ്റവും ചുരുക്കി. എനിക്കാണെങ്കിൽ ഒരു പൈസയും കിട്ടിയില്ല ഇതുവരെ. പിന്നെ ഡ്രസ്സ് കിട്ടിയോണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഡ്രസ്സ് കിട്ടിയോ? ഈ ഡ്രസ്സ് വാങ്ങി തന്നില്ലേ? പിന്നെന്താണ് ഈ ഡ്രസ്സ് ഉണ്ടെന്ന് ഭാവിയോട് പറഞ്ഞില്ലേ? ഡ്രസ്സ് ഉണ്ടെന്ന് ഇവിടെ ഡ്രസ് ഒന്നുമില്ല. ഈ പറഞ്ഞു ഭാവിയോട് പുതിയ ഡ്രസ്സ് ഉണ്ട് പറഞ്ഞു. എനിക്കതായാലും മതിയല്ലോ. അത് കിട്ടിയാലും മതി എനിക്ക്. ഉമ്മാക്ക് ഞാൻ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇത് വേറെയാണ്. ഇത് ഉമ്മാക്ക് അറിയായിരിക്കും. ഇതല്ല, ഇത് ഉമ്മാക്ക് അറിയാം. ഇത് നമ്മളെ കമ്മല് മാറ്റി വാങ്ങിയത് കൊടുത്തയച്ചതാണ്. അതല്ലാതെ ഉമ്മാക്ക് ഞാൻ ഒന്നും വാങ്ങിക്കൊടുക്കണില്ല പരാതിയാ. ഡെയിലി പരാതി. എല്ലാ പെരുന്നാളിനും ഒരു ഭർത്താവുക്ക് ഒരു കടമ ഉണ്ട്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിത്തരില്ല. ഞാൻ പറയും ഈ വാങ്ങിക്കൊടുത്താൽ പോരെ, അതുകൊണ്ട് ഞാൻ വാങ്ങലില്ല. ശരി തന്നെയാണ്. ഇപ്പൊ അതല്ലതാ, ഞാൻ ഭാവിയുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് ഭാവിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് സെറ്റാക്കി വെച്ചു. വാങ്ങി സെറ്റാക്കി വെച്ചാണ്. വരാൻ മതി. അങ്ങനെ കൊടുക്ക. സ്വർണം മാഡം, എന്ത് ഭയങ്കര പണിയാണല്ലോ. ഞാൻ എനക്കൊന്നും വാങ്ങി തന്നില്ല എന്ന് പറയണ്ട. ഇതിന്റെ വകയാണ്. ഇതിന്റെ വക എന്നല്ല, ഈ പറയുന്നുണ്ടല്ലോ ഭർത്താവിനൊരു കടമ ഉണ്ട്, ഒരു കടമ ഉണ്ടെന്ന് അറിയില്ല. ആ കടമ നിർവഹിച്ചതാ.
തൊള്ളിക്കോതും ഉണ്ട് എന്നാ അതാ ആ അതെന്താ വെച്ച് പൊളിച്ചു നോക്കാം അവിടെ പോയിട്ട് ആളൊന്ന് വിളിക്കും ഇവിടെ നിന്ന് ഇതെന്താ അതും മക്കറിയില്ലേ? അത് ഉമ്മക്കറിയാം. ഇത് നമ്മള് അന്ന് കൊടുത്താണ്. മാറ്റൊന്നും പറയണ്ട, പുതിയ കമ്മല് വാങ്ങി. നമ്മളന്ന് മാറ്റിയല്ലേ? മാറ്റിയായിരുന്നല്ല, അതിന് പൈസ എത്ര കൂട്ടി അറിയോ? നിങ്ങള് രണ്ടാളും ഒരുമിച്ചിരിക്കും മൈക്ക്. ഏതാ മോന്? മരുമോനോ? അതിന് പൈസ നമ്മള് കൂട്ടിയില്ല അവന്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മരുമോൻ ഫ്രീ ആയിട്ട് കൊടുത്തുട്ടാ? ഇല്ലല്ല അല്ല അതല്ല, മോൻ കൊടുത്തുട്ടാന്നൊക്കെ പറയണ്ടേ. അപ്പൊ എനിക്ക് പിന്നെ ഇത് മഹർ ഫ്രീ ആയിട്ട് തരുമായിരിക്കൂലേ? അതൊന്നും യാതൊരു ബന്ധവുമില്ല. ഉമ്മ മരുമോനെ പൊക്കാൻ കിട്ടിയ ചാൻസിൽ പൊക്കിയതാ. അതില് ഞങ്ങള് പിടിച്ചത്. ശരി ഏത് അതിനോടെ വിളിച്ചോ? അതേ പറഞ്ഞത് അമേശം കൊണ്ടോ? എന്നോട് പറഞ്ഞില്ലേ? ഞാൻ ഓഫാക്കിയാണ്. ഈ എന്നോട് ആ പറച്ചിൽ എനിക്ക് മര്യാദക്ക് ഒന്ന് കിടന്നുറങ്ങണം, അതിന് വേണ്ടിയിട്ടാണ്. ഭർത്താവിന് കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വേണ്ടതാ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ അത്, അല്ലാതെ വാങ്ങിന്റെ വകയൊന്നുമില്ല. എന്തൊക്കെ ഉണ്ട് നോക്ക്. ഉമ്മാക്ക് സർപ്രൈസ് ആയിട്ട് പെരുന്നാളിലെ തലേന്ന് ഉപ്പച്ചീന്റെ വക. എന്താണിത്? ചുരിദാറ്. രസമുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ. സെലക്ഷൻ ഭാവിൻ്റെതാണ്, സെലക്ഷൻ ഞാനല്ല. അടുപ്പിച്ചതാണ്. ആനക്കുട്ടീന്റെ വലിപ്പുണ്ടല്ലോ അത്. അടിച്ചിട്ടില്ല, അതുകൊണ്ട് അടിച്ചിട്ടില്ല. ഒന്ന് വെക്ക്, നേരെ വെക്ക്. അതങ്ങനല്ല, മൊത്തത്തില് വെക്ക്. മുന്താണി വെച്ചെടുക്ക്. അമ്മോ എന്തത് ആനക്കുട്ടിയോ? അത് അടിക്കുമ്പോ കറക്റ്റ് ആയിട്ട് വരും. ഇതെന്റെ പാന്റ്. കൊള്ളാം കൊള്ളാം, സെലക്ഷൻ അടിപൊളിയായിട്ട്. അത് നമുക്ക് ഷാളും അങ്ങനെ തന്നെ. രസമുണ്ട്. ഒരു വെറൈറ്റി കളറ്. മോദിന്റെ കളറാന്ന് സംശയമുണ്ട്. എന്താണ് തക്കാളി കൂട്ടി പൊളിക്കോലെ പൊളിക്കണത്. ഈ വട്ടിപ്പച്ചി വൻ സർപ്രൈസുകളാണല്ലോ. നല്ല രസമുണ്ട് കേട്ടാ, ഇത് നല്ല രസമുണ്ട്. രസമുണ്ട്, നൈറ്റി ഒക്കെ രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. വേറൊന്നുമില്ല. നീ വേറെ പോയി ഉണ്ടാവും. കമ്മൽ അവിടെ ഉണ്ടാവും. വേറെ പോതിണ്ടോ? ഇല്ലല്ല, ഇത് വേറല്ല. പെരുന്നാളായിട്ടും എന്താ ഉണ്ടാക്കണേ? ഇങ്ങനെ പെരുന്നാളായിട്ട് മജ്ബൂസ്. അതല്ല, ഇപ്പൊ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ചത്ത കോയിനോ സംസാരിക്കല്ലേ? നെയ്യപ്പം ചൂടാൻ പോവാ. അങ്ങനെ എന്തെങ്കിലും നെയ്യപ്പവും ബീഫ് വാങ്ങിക്കില്ല, കാരണം നാളെ ബീഫ് വരെ കിട്ടും. ഇന്നെന്തിനാ ബീഫ്? അപ്പം ബീഫിനോ? ബീഫ് നാളെ രാവിലെ തന്നെ ബീഫ് കിട്ടുമല്ലോ വേഗം. അപ്പൊ നമ്മള് വരട്ടും വേഗം. ചിക്കൻ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ചിക്കൻ പൊരിക്കല്ല, ചിക്കൻ ഒരു വരട്ട് പോലെ ആക്ക്. ഉള്ളി നാളെ ആയിക്കോട്ടെ. നാളെ മജ്ബൂസും. മന്തിയല്ല, ബിരിയാണി അല്ല. ഈ അല്ലേ ഇപ്പൊ കടയിൽ പോയിത്? ചിത്രേ ചീത്രേ ചിത്രമൊക്കെ നമുക്ക് കല്യാണത്തിനൊക്കെ എടുത്തു കൊടുക്കാം അല്ലേ, ഡ്രസ്സൊക്കെ. ഇത് കാണിക്ക്. ഇതിപ്പോ പിന്നെ ഈ ഡ്രസ്സൊക്കെ രണ്ടിന്റെ രസമുണ്ടാ? ഒരു അഭിപ്രായം പറയും ചിത്രച്ചി. എനിക്ക് നൈറ്റ് ഇഷ്ടമായത്. ശരി, തുണി എനിക്ക് ഇഷ്ടമായില്ല. ഏതിന്റെ? ഇതേപോലെയാണ് ഉമ്മ ഫുഡ് വെക്കുമ്പോ നമ്മള് ഭയങ്കര ചൂടായിരിക്കും. ഇത് ഒരു ഇത് നല്ല തുണി മാറ്റാലല്ലേ.
അടുക്കളയിൽ നിന്ന് നല്ല സ്മെല്ലടിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് പോയി നോക്കാം. ഉമ്മ അവിടെ എന്തൊക്കെയോ ചുട്ടുണ്ടാക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് എടുക്കാം. ആ ചിത്ര ചേച്ചിയുണ്ട് ഇന്ന്. ഉണ്ണിയപ്പം ഇതൊന്നും ഉണ്ണിയപ്പമ്മ ഷെയ്പ്പ് ഒന്നും ഇല്ലാത്ത. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പട്ടോ, ഒന്ന് കണ്ടിട്ട് നല്ല സോഫ്റ്റ്. ഓ നമുക്ക് 2 ഉണ്ണിയപ്പം എടുക്കാം. ഇതെന്താ ബ്രോസ്റ്റോ? ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ട്, അത് വേണ്ട നമുക്ക്. ഓ ഇതൊക്കെ എന്തിനാ? ചിക്കൻ പൊടി എടുക്കാം. ഓ കോഴിക്കറി ഉണ്ടോ? ശരിക്കും ബീഫാണ് വേണ്ടത് ഗൈസ്, പക്ഷേ നമുക്ക് ഭാഗ്യമല്ല. തൽക്കാലത്തേക്ക് കോഴിക്കറീൻ്റെ ഒരു നീരും കൂട്ടി അടിക്കാം. അങ്ങനെ ബീഫ് നാളെ കിട്ടുന്നോണ്ട് സ്വന്തം പോയി വാങ്ങിക്കോളൂ. നല്ല വയമ്പരി കേട്ടോ, നല്ല ഉണ്ണിയപ്പം സോഫ്റ്റാ. കോഴിക്കറി ആയിട്ടൊരു കോമ്പിനേഷൻ ഇല്ല, നെയ്യപ്പായിട്ടാണ് കോമ്പിനേഷൻ വരിക ശരിക്കും. മാറിപ്പോന്നെ കല്യാണമായിട്ടാന്ന് തോന്നുന്നു, ടെൻഷനായിട്ടാന്ന് തോന്നുന്നു, എല്ലാം മാറിപ്പോന്നെ. ലാസ്റ്റ് കല്യാണ പെണ്ണിനെ മാറിപ്പോകുന്നല്ലേ. ചിങ്കു കേട്ടിക്കണേ. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞോ? ഇതിപ്പോ എനിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെയൊക്കെ തിന്നു നോക്കിയിട്ടുണ്ടോ? നെയ്യപ്പം അങ്ങനെ എടുക്കാം, അല്ല ഉണ്ണിയപ്പം എടുക്കാം, അതിലോട്ട് ഒരു ദിവസം ചിക്കൻ പൊരിച്ച് പിടിക്കുക. കോമ്പിനേഷൻ ഒന്നും ഇല്ല, പിന്നെ കഴിച്ചു നോക്കാം. ചിക്കൻ പൊരിച്ചത് ഉണ്ണിയപ്പം നല്ല നെയ്യപ്പാണെങ്കിൽ സെറ്റാണ്. ഇത്രയേ ഉള്ളൂ മാവ്. ഓക്കെ എന്താ നിങ്ങൾക്ക് ബാക്കി നെയ്യപ്പാ? ഓക്കെ ഓക്കെ എന്നാ ബാക്കി നെയ്യപ്പം കാണാം. അപ്പോൾ ഗായ്സ് വീഡിയോ അവസാനിപ്പിക്കാനായി പോവുകയാണ്. അതിൻ്റെ മുന്നേ ബിഗ് ബോസ് ഫൈനൽ കണ്ടുകൊണ്ടിരിക്കുക. ഉമ്മ ആര് ജയിക്കണം എന്നാ? ജിൻഡോ ജയിക്കണം എന്നാണ് ഉമ്മക്ക് ആഗ്രഹം കേട്ടോ. അപ്പം എൻ്റെ മത്സരാർത്ഥി ആദ്യം ഔട്ടായി ഗായ്സ്. അല്ല അല്ല എനിക്ക് പോണം, ഈ വീട്ടിൽ പോണം. ജാൻമണി ഔട്ടായി പോയി ഗൈസ്. ഞാൻ 2 ദിവസത്തിന് ശേഷം കുളിച്ചു. ഓക്കെ ബായ്. അല്ല ഞാൻ ജാസ്മിൻ അല്ലാന്ന് പറഞ്ഞ കുളിച്ചെന്ന് പറഞ്ഞ. അപ്പം ആരായാലും വിജയ്ക്ക് പിന്നെ ജിൻഡു ആണ് ജയിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോസ് ഉണ്ട്. ഓക്കെ അപ്പം അവസാനിക്കുന്നു. നാളെ പെരുന്നാൾ ആഘോഷമായിട്ട് കാണാം.